ഈ കേരള സർവകലാശാലയിലെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഒഴിയാതെ നിൽക്കുന്ന ഒരു പ്രശ്നമാണ്. അവിടെ പുതുതായി ഉണ്ടായതാണ് മിനിറ്റ്സ് വിവാദം. സിൻഡിക്കേറ്റ് യോഗ മിനിറ്റ്സ് VC തിരുത്തി എന്ന അംഗങ്ങളുടെ ആരോപണത്തിന് മറുപടി നൽകാൻ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേരള VC ആയിട്ടുള്ള മോഹനൻ കുന്നുമേൽ. ഇത് ചൂണ്ടിക്കാണിച്ച 18 സിൻഡിക്കേറ്റ് അംഗങ്ങൾ പരാതി ഒപ്പിട്ടു നൽകിയ സാഹചര്യത്തിലാണ് ഈ നടപടി. ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമെന്നും VC പറയുന്നു. കൂടുതൽ വിവരങ്ങൾ ഹാൻസ് ജോൺ പങ്കുവയ്ക്കും. ഹാൻസ്, ഞാൻ ഈ പറഞ്ഞതുപോലെ ഒന്നിന് പിറകെ ഒന്നൊന്നായി വരുന്ന സാഹചര്യങ്ങളാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഉണ്ടായതാണ് ഈ മിനിറ്റ്സ് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ. എന്താണ് ഇതിൽ VCയുടെ ഒരു രീതി? പുതുതായി ഉണ്ടാകുന്ന ഒരു സാഹചര്യം എന്താണ്? സംഗീത, കഴിഞ്ഞ ദിവസം ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിന് ശേഷമാണ് പുതിയ വിവാദം ഉടലെടുത്തത്. VC ഒപ്പിട്ട മിനിറ്റ്സും സിൻഡിക്കേറ്റ് യോഗത്തിലെ മിനിറ്റ്സും പരസ്പര വിരുദ്ധമായിരുന്നു. VC ഒപ്പിട്ട മിനിറ്റ്സിൽ അനിൽകുമാർ, രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാർ സസ്പെൻഡ് ചെയ്യപ്പെട്ടതായ പരാമർശമുണ്ടായിരുന്നു. പക്ഷേ യോഗത്തിൽ തയ്യാറാക്കിയ മിനിറ്റ്സിൽ സസ്പെൻഷനെ കുറിച്ച് പരാമർശമില്ല. കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമായതിനാൽ യോഗത്തിൽ ചർച്ച ചെയ്തില്ലെന്നായിരുന്നു യോഗ മിനിറ്റ്സിൽ ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് വൈസ് ചാൻസലർ ഒപ്പിട്ട മിനിറ്റ്സിൽ രജിസ്ട്രാർ KS അനിൽകുമാർ സസ്പെൻഡ് ചെയ്യപ്പെട്ടതായി കണ്ടു. ഇതിനെതിരെയാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ രംഗത്തെത്തിയത്. VC ഇത്തരത്തിൽ മിനിറ്റ്സ് തിരുത്തി എന്നായിരുന്നു ആരോപണം. പിന്നീട് 18 സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇത്തരത്തിൽ ഒരു പരാതി ഒപ്പിട്ട് നൽകി ഈ ആരോപണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. ഇതിലാണ് വൈസ് ചാൻസലറുടെ പുതിയ നടപടി ഉണ്ടായിരിക്കുന്നത്. സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് മറുപടി നൽകാൻ രജിസ്ട്രാർക്കാണ് ഇപ്പോൾ വൈസ് ചാൻസലർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണ്. VCയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് രജിസ്ട്രാറുടെ ചുമതല നൽകാൻ സിൻഡിക്കേറ്റിന്റെ അനുമതി ആവശ്യമില്ല. അതുകൂടാതെ തന്നെ രശ്മിക്ക്, പുതിയ രജിസ്ട്രാർ ഇൻചാർജ് ആയിട്ടുള്ള രശ്മിക്ക് ചുമതല നൽകിയത് വഴി അനിൽകുമാറിന്റെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് അംഗീകരിച്ചെന്നുമാണ് VCയുടെ മറുപടി. ഇത് സംബന്ധിച്ച് ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് എല്ലാവർക്കും നിലവിൽ മറുപടി നൽകാനാണ് കേരള വൈസ് ചാൻസലർ ആയിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സംഗീത.